കരയുദ്ധത്തിന് തുടക്കമിട്ട് ഇസ്രായേലിന്റെ സൈനിക ടാങ്കുകൾ വടക്കൻ ഗാസയിലേക്ക് കടന്നുകയറി. ഹമാസുമായി ബന്ധമുള്ള 46ഓളം ആളുകളെ റെയ്ഡിൽ പിടികൂടിയതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി. യുദ്ധം തുടങ്ങി ഇതുവരെ ഹമാസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 1000ഓളം ആളുകളെ കസ്റ്റഡിയിലെടുത്തതായും സൈന്യം പറഞ്ഞു. ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ ഗാസയിൽ മാത്രം മരണം 6700 കടന്നതായാണ് റിപ്പോർട്ടുകൾ. ഗാസയിലെ മരണക്കണക്കുകളിൽ സംശയമുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 756ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഹമാസ് തീവ്രവാദികളുടെ 250ഓളം കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകർന്നടിയുകയും ചെയ്തു. അതേസമയം മോസ്കുകളെയും കിൻഡർ ഗാർട്ടനുകളെയും മറയാക്കിയിരിക്കുന്ന ഭീകരർക്കെതിരെയാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. യുദ്ധം ശക്തമായി തുടരുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ 150ഓളം അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു കവിയുകയാണ്. ഇന്ധനം ലഭ്യമാക്കിയില്ലെങ്കിൽ 6 ലക്ഷം അഭയാർത്ഥികൾക്ക് സഹായം നൽകി വരുന്ന UN ഏജൻസികൾ ഏതു നിമിഷവും പ്രവർത്തനം നിർത്തേണ്ടി വരുമെന്നും ആശുപത്രികൾ പൂട്ടേണ്ടി വരുമെന്നും UN മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഗാസയ്ക്ക് വേണ്ടത്ര ഇന്ധനം ഹമാസിന്റെ കൈകളിൽ തന്നെ ഉണ്ടെന്ന് ഇസ്രായേൽ തെളിവ് നിരത്തി വ്യക്തമാക്കിയിരുന്നു. ഹമാസ് തീവ്രവാദികളുടെ കൈകളിൽ എത്തും എന്നതിനാൽ ഇന്ധന ട്രക്കുകളെ ഗാസയിൽ കടക്കുന്നതിൽ നിന്നും ഇസ്രായേൽ തടയുകയാണ്. ജനങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളുമായി 12ഓളം ട്രക്കുകൾ ഇന്ന് ഗാസയിൽ എത്തി. യുദ്ധം കൂടുതൽ പടരുമോ എന്ന ആശങ്ക കനക്കുകയാണ്. ഒരു വലിയ യുദ്ധത്തെ മുന്നിൽ കണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ സൈനിക ബേസുകളിൽ വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള അടക്കം സായുധ സംഘങ്ങളെ മുന്നിൽ നിർത്തി ഒരു വലിയ ഏറ്റുമുട്ടലിന് ഇറാനും പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതി ചർച്ച ചെയ്ത UN രക്ഷാസമിതി യോഗം 4ാം തവണയും സമവായത്തിൽ എത്താതെ പിരിഞ്ഞു. അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം ചൈനയും റഷ്യയും വീറ്റോ ചെയ്തതോടെയായിരുന്നു ഇത്. ഗാസയിൽ യുദ്ധത്തിന് ഇടവേള നൽകാമെന്ന് അമേരിക്ക നിലപാടെടുത്തെങ്കിലും വെടിനിർത്തൽ വേണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് ഇടവേള നൽകണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെയുള്ള അന്താരാഷ്ട്ര നിശബ്ദത ലജ്ജാകരമാണെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിദ് എർദോഗൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി.